ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ യേശു വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ജീവിതവും ഉള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വചനം 4 വാഗ്ദാനങ്ങൾ നൽകുന്നു. ഈ 4 വാഗ്ദാനങ്ങളും വിശ്വാസ ജീവിതത്തോട് ചേർന്ന് അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ്, കർത്താവെ, വിശ്വസിക്കുന്നവർക്ക് നീ നൽകൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണം, അങ്ങനെ പറഞ്ഞ് അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് 4 വാഗ്ദാനങ്ങൾ. വ്യക്തമായിട്ട് ആദ്യമേ വചനം പറയാൻ, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് വിശ്വാസമുണ്ടോ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ജീവിതവും ഉണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, വാക്കാണ് ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടാവുക തന്നെ ചെയ്യണം, ചോദിച്ചു വാങ്ങണം. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും പ്രശ്നവും ഉണ്ടാക്കാവുന്ന, നമ്മുടെ ദാമ്പത്യത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ അധ്വാന മേലൊക്കെ എവിടെ നിങ്ങൾക്ക് തിന്മ കടന്നു വരുന്നു എങ്കിൽ അത് പിശാചിന്ന് വരുന്നത്. കലഹം വരുന്നുവെങ്കിൽ അത് പിശാചിന്ന് വരുന്നത്. അപ്പം അങ്ങനെയുള്ള പൈശാചിക പീഡകളെ, അസ്വസ്ഥതകളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ നമുക്ക് കർത്താവ് യേശു അധികാരം നൽകുന്നു. ഒന്നാമത്തത്. രണ്ടാമത്, പുതിയ ഭാഷ സംസാരിക്കും. സ്നേഹത്തിൻ്റെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ പുതിയ ഭാഷ കർത്താവ്, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ കർത്താവ് തരുമെന്ന് പറയുക. രണ്ടാമത്തെ അവകാശം. മൂന്നാമത്തത്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതൊരു ഉപദ്രവിക്കുകയില്ല. സർപ്പം അല്ലെങ്കിൽ മാരകമായിട്ടുള്ളത് വിഷം, അത് നമ്മുടെ ജീവിതത്തിനും ശരീരത്തിനും ഹാനികരമാകുന്ന 2 കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവി, പ്രപഞ്ചത്തിലുള്ളൊരു വസ്തു നമുക്ക് ഹാനികരമാകുന്നത് അതിൻ്റെയും അധികാരം തരും എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികളുടെ മേൽ കർത്താവ് നമുക്ക് അധികാരം തരും. പ്രപഞ്ചശക്തി അത് നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ, അതിനെ അതിജീവിക്കാൻ യേശുനാമത്തിൽ, വിശ്വാസത്തിൽ നമുക്ക് അവകാശമുണ്ട്. ചോദിച്ചു വാങ്ങണം. നാലാമത്തത്, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. രോഗസൗഖ്യം. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാവണം. അതും കർത്താവ് വിശ്വസിക്കുന്ന, യഥാർത്ഥ വിശ്വാസ ജീവിതമുള്ളവർക്ക് നൽകുന്ന അവകാശമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഒന്നാമത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നൈർമല്യം ഉണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. അത് പൂർണ്ണതയിൽ കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യണം. എന്നിട്ട് ഈ വചനം അവകാശപ്പെട്ട് ചോദിച്ചോ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.